കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആലാട്ടുകാവ് ഡിവിഷനിൽ കർഷകയെ രംഗത്തിറക്കി LDF. ഹരിതലക്ഷ്മി കാർഷിക ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന രാജശ്രീയാണ് ഒരു നാടിനെ ജൈവ സമൃദ്ധിയോടെ നയിക്കാൻ സ്ഥാനാർത്ഥിയായത്. കോർപ്പറേഷനിൽ ഇടതുമുന്നണി ഈ കലാരംഗത്തുള്ളവരെ മാത്രമല്ല, തൊഴിലാളികളെ മാത്രമല്ല, ഇതുപോലെ കർഷകരെ കൂടി ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി. ഇത് കൊല്ലം കോർപ്പറേഷൻ്റെ ആലാട്ടുകാവ് ഡിവിഷനിൽ ഹരിതലക്ഷ്മി എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, ഫാമാണ് അവരുടെ. ആ ഫാമിലെ നമ്മുടെ ഈ രാജശ്രീന് നേതൃത്വം നൽകുന്ന രാജശ്രീയാണ് ഇവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. വെച്ചൂർ പശുവിനെ കൊണ്ടുവന്ന കാഴ്ച. രാജശ്രീയുടെ നേതൃത്വത്തിൽ ഹരിതലക്ഷ്മി കൂട്ടായ്മ തുടങ്ങി ഒരു പതിറ്റാണ്ട് മണ്ണും മിണ്ണും സ്വന്തമാക്കി. കൃഷിയിലൂടെ നാടിനെ രോഗമുക്തമാക്കി, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി. ഹരിതലക്ഷ്മി ഗ്രൂപ്പിലെ അമ്മമാർ ഒരുമിച്ച് സ്വപ്നം കാണും, പിന്നെ അതിനെ യാഥാർത്ഥ്യമാക്കും. അതിലൊന്നായിരുന്നു അവരുടെ തായ്ലൻഡ് യാത്ര. ഞങ്ങളെ ഈ കൂട്ടായ്മയിൽ തോന്നുന്നതെന്ന് വെച്ചാൽ, ചേച്ചി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം പറയുകയാണ്, നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. ടൂറെല്ലാം പോയായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പോകാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ അത് ഞങ്ങളെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന രാജശ്രീ ചേച്ചി വിചാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ തായ്ലൻഡിൽ പോയി 6 ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നത്. ചേന കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതും വിജയിച്ചു. കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ നിന്നുള്ള സംഘം ഇത് പഠിക്കാനെത്തി. ആലാട്ടുകാവിൽ മത്സരിക്കാൻ ഇടതുമുന്നണി അങ്ങനെ രാജശ്രീയെ നിയോഗിച്ചു. 25 വർഷമായി നമ്മുടെ കോർപ്പറേഷൻ LDF ഭരിക്കുകയാണ്. അപ്പോൾ അതിൽ സമാനതകളില്ലാത്ത വികസനമാണ് നമ്മുടെ കോർപ്പറേഷൻ ഇതുവരെ നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത് നമ്മുടെ ചണ്ടി ഡിപ്പോയുടെ ഇതാണ്. അതിലേക്ക് ആ ചണ്ടി ഡിപ്പോ മല പോലെ കിടന്ന ആ വേസ്റ്റിനെ മാറ്റി ഇപ്പോൾ പൂങ്കാവനമാക്കാൻ കഴിഞ്ഞു. അതിനു വേണ്ട ബന്ധിത്തൈകൾ ഉൽപ്പാദിപ്പിച്ചു കൊടുത്തത് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പാണ്. അപ്പം അത് തന്നെ ഏറ്റവും വലിയൊരു വികസനത്തിൻ്റെ തെളിവാണ്. അങ്ങനെ ഈ ഇടതുമുന്നണി തെരഞ്ഞെടുത്ത കർഷകയായ രാജശ്രീക്കൊപ്പം ഈ നാടും നഗരവും മുഴുവനുമുണ്ട്. അവർ വോട്ടഭ്യർത്ഥനമായി മുന്നോട്ട് പോവുകയാണ് പ്രതീക്ഷയോടെ. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.